ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും. അപ്പം നമുക്ക് പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും ഫുഡൊന്നും കഴിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ ഷവർമ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകി ഉപ്പും നാരങ്ങ നീരും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് ഇതിനകത്ത് നല്ല പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിക്കൻ കഴുകി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കിത് രണ്ടാക്കി മുറിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നല്ല തിക്കായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ടാക്കി മുറിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് നീളത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തതിനേക്കാളും ഒലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനുമാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ പീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവോളയും കുറച്ച് ലെറ്റൂസും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തതാണെങ്കിലും ഇത്രയും തിക്നെസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ചെറുതാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിച്ചി പിച്ചി കൊടുത്തേച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, സവോളയുണ്ട്, ലെറ്റൂസ് ഉണ്ട്, പിന്നെ ഇത് താഹിന പേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹുമ്മൂസിൻ്റെ ഫലാഫിലിൻ്റെയും വീഡിയോ കണ്ടാൽ താഹിന പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഹിന പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മയോണൈസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് ബേസായിട്ട് നമുക്ക് കുബൂസോ ചപ്പാത്തിയോ എന്നാ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഞാൻ എടുത്തേക്കുന്നത് ടോർട്ടിയയാണ്. അപ്പോൾ ഇത് നമ്മുടെ ജെമിയയിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം വാങ്ങാൻ കിട്ടും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ടോർട്ടിയ എല്ലാം ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ഫില്ല് ചെയ്ത് റാപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് താഹിന പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ലെറ്റൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോളയും കൂടെ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ ഷവർമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്, ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ ഒരു 10-28 ദിവസത്തേക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സേഫായിട്ടിരിക്കുക, ഹെൽത്ത് നോക്കുക. അപ്പോൾ മറ്റൊരു മനോഹര വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.